ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. നെയ്ച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം. ബട്ട് വെയിറ്റ്, കോഴിക്കോട് കല്യാണ വീട്ടിലത്തെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്കറിയോ? എന്നാൽ അത് എനിക്കറിയാം, ഞാൻ പറഞ്ഞും തരും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഹോൾ സ്പൈസസും ഒരു സ്മോൾ പീസ് ഓണിയൻ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ ക്രഷ് ചെയ്യരുത് കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായാൽ നമുക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഓണിയൻസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജീരകശാല അരി നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം നല്ലോണം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഈ സ്റ്റെപ്പ് മസ്റ്റാണ്, കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടും. അതുപോലെ തന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്യുമ്പോൾ എരിവ് വരുമെന്നൊക്കെ എല്ലാവർക്കും പേടിയുണ്ടാവും. ഒരു എരിവും ഉണ്ടാവില്ല, അതിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുക. അതല്ല പോട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഓയിലിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നെയ്ച്ചോറിൽ ഞാൻ നെയ്യ് യൂസ് ചെയ്യണില്ല, അത് വേറെ കാര്യം. അപ്പോൾ ടേസ്റ്റ് കിട്ടുമെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നും കൺഫ്യൂഷൻ വേണ്ട, അടിപൊളിയാണ്. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. കുറച്ച് പാൽ, ഒരു 2-3 സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു വിസിൽ വരുത്താം. ആ ഒറ്റൊരു വിസിലിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള എയർ പോക്കിയിട്ട് നമുക്ക് തുറന്നെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ സത്യം പറഞ്ഞാൽ കല്യാണ വീട്ടിലത്തെ അതേ സ്മെല്ല് വരും. അപ്പോൾ ഇസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.